ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ട്രെയിലർ റിയാക്ഷൻ ഗൈസ്. നമ്മുടെ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന പുതിയ പടമാണ് ആലപ്പുഴ ജിംഖാന. നമ്മുടെ നസ്ലിനൊക്കെ അഭിനയിക്കുന്ന പുതിയ പടമാണ് ഗൈസ്. അപ്പോൾ പടത്തിന്റെ ട്രെയിലർ അങ്ങനെ അവര് പുറത്തുവിട്ടിട്ടുണ്ട് ഗൈസ്. പടത്തിനകത്ത് വരുന്ന സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ നസ്ലിനുണ്ട്, ലുക്മാൻ ഉണ്ട്, പിന്നെ ഗണപതി ഉണ്ട്, സന്ദീപ് പ്രതിഭ ഉണ്ട്, അങ്ങനെ കോട്ടയം നസീർ ഉണ്ട്. അങ്ങനെ സോ മെനി ക്യാരക്ടേഴ്സ് അടങ്ങുന്ന ഒരു ബോക്സിംഗ് പടമാണെന്നാണ് കേട്ടത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത് അങ്ങനെയൊക്കെയാണ്. ഒരു ബോക്സിംഗ് പടം. ആക്ച്വലി ഖാലിദ് റഹ്മാന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു ഫൺ ആയിട്ടുള്ള ഒരു ബോക്സിംഗ് സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. സോ ഇപ്പോൾ സ്പോർട്സ് ആയിട്ട് എടുത്തേക്കുന്നത് ബോക്സിംഗ് ആണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം സുഹൃത്തുക്കളെ ആലപ്പുഴ ജിംഖാനയുടെ ട്രെയിലർ. ഐ ബോട്ട് ഫുൾ ആലപ്പുഴയാണല്ലോ ബീസ്. റിയലിസ്റ്റിക് സ്റ്റുഡിയോ പിടിച്ചു. നമ്മളെ ബോക്സിംഗ് പഠിപ്പിക്കാൻ മാത്രം ആലപ്പുഴയിൽ ഒരു സ്ഥലം. ആന്റണി ജോഷ സൗത്ത് ഇന്ത്യൻ ലെവലിൽ കേരളം 180 punches in 30 seconds, 110 push-up in 1 minute. ഓ പിള്ളേർ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ പടത്തിന് വേണ്ടി. പ്രോട്ടീൻ 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 മൊട്ട പ്രോട്ടീൻ. ഈ കൈ എപ്പോ താഴുന്നോ അപ്പം മുഖത്തിൽ പിടികിട്ടിക്കൊണ്ടേയിരിക്കും. നീ ഇപ്പൊ കിസ് ചെയ്തത് ഇപ്പൊ ജോജോയ്ക്ക് ഒരാളെ ഇടിച്ചിടാൻ പറ്റുമോ? മണപോസാണല്ലോ കുറച്ച് വലുതാണെങ്കിലല്ലടാ എന്റെ ഇടി കൊള്ളുന്നവർക്ക് അതിന്റെ അകത്ത് ഓടാൻ പറ്റും. എല്ലാവൻ മഴവിൽ മനോരമയ്ക്കകത്ത് മറ്റേ കോമഡി പ്രോഗ്രാമത്തുള്ളവൻ. പോരെന്ന് പറഞ്ഞാൽ തീരെ 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 പോലെ സക്കറിയ ബസാറിന് വേണ്ടി നമ്മുടെ ജിങ്കാനയ്ക്ക് വേണ്ടി ചാവണ്ടി വന്നാലും നീ ഇടിക്കൂലേ? ഖാലിദ് റഹ്മാൻ നമ്മളുടെ പ്രഹസനം. ആലപ്പുഴ ജിംഖാന പോയി വരുന്നത് ആംബുലൻസിലാണോ അതോ ചാമ്പ്യൻ ആയിട്ടാണോ നമുക്ക് കാണാം. ആലപ്പുഴ ജിംഖാന. സോ അപ്പോൾ ഒരു ഫൺ എന്റർടൈനർ പടമാണ് ഗൈസ്. സ്പോർട്സ് ബേസ് ആണ് പടം. ഇതും എന്നാ ഇറങ്ങുന്നതെന്ന് പിടുത്തമില്ല ഗൈസ്. സോ അപ്പോൾ ഗൈസ് അപ്പോൾ നാളെ നിങ്ങൾക്ക് എമ്പുരാൻ കാണാൻ പോകും. റെഡി അല്ലേ? ആർ യു ഗൈസ് റെഡി ടു വാച്ച് എമ്പുരാൻ ടുമോറോ? ഞാനും ഭയങ്കര റെഡിയാണ് ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. എന്നാലും ആ കോട്ട് എടുത്തിട്ട് ഡ്രാഗണുള്ള ആളാരായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഗൈസ് അപ്പോൾ നാളെ എമ്പുരാൻ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. വിത്തൗട്ട് സ്പോയിലർ. രാവിലത്തെ ഷോ കഴിഞ്ഞിട്ട് ബാക്കി ഷോസൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് നിങ്ങൾ ഈ ചാനലുകാരുടെയും അല്ലെങ്കിൽ റിവ്യൂവേഴ്സിൻ്റെയും ഒന്നും റിവ്യൂ ഒന്നും കാണാതെ, ഈവൻ നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ട ഗൈസ്. നിങ്ങൾ ആ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ട ഗൈസ്. അതൊന്നും യൂസ് ചെയ്യാതെ ഇതൊന്നും നോക്കാതെ നിങ്ങൾ പോയി പടം കാണുക ഗൈസ്. എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടും ഗൈസ്. അതുപോലെ തന്നെ പ്ലീസ് റിവ്യൂ ഇടുന്നവരുടെ ഒരു കാര്യം പറയാം ഗൈസ്. നാളെ ഞാൻ റിവ്യൂ ഇടുന്നതാണ്, എന്നാലും ഞാനും പറയുകയാണ് ഗൈസ്. നിങ്ങളാരും സ്പോയിലർ ചെയ്യാതെ റിവ്യൂസ് ഇട്ടു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ്, നിങ്ങളുടെ ആ ഒരു വാവ് ഫാക്ടേഴ്സ് മാത്രം കാണിക്കൂ, അല്ലെങ്കിൽ അത് മാത്രം പറയൂ. അതെ, സ്പോയിലേഴ്സ് ഒന്നും ഇടാതെ റിവ്യൂസ് മാക്സിമം ഇടാൻ ശ്രമിക്കൂ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.